ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. ഇവിടെ വരുമ്പോൾ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ച് ഞാനൊരു 4-5 വർഷം പഠിച്ച സ്ഥലമാണ്. PG PhD മുഴുവൻ മലയാളം ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറികളിൽ കുസ്തി പിടിച്ച് താമസിച്ച ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവരെല്ലാം കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. സൈനികൻ മാഷ് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ ആ ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പറ്റിയാണ്. ഇത് ഇന്നത്തെ ദിവസത്തെ 5ാമത്തെ ക്ലാസ്സാണ്. അപ്പൊ എല്ലാവരും ഒരു വശമായിട്ട് അതൊന്നും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അവസാനമാക്കണമെന്നില്ല. ഇടയ്ക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സംവാദമൊക്കെ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്കും സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കും. അത് മറ്റൊന്നും കൊണ്ട് കൊണ്ടുമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ വിചാരിക്കില്ല. ഞങ്ങൾ ഈ മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വിശാല ലോകത്തിന്റെ നോളജ്, അതിന്റെ തിയറി, അതിന്റെ ഭാഷാ സൗന്ദര്യാത്മകത ഇതെല്ലാമായിട്ട് വ്യവഹരിക്കുന്ന ആളുകളും കൂടിയാണ്. അതുകൊണ്ട് ഒഴുക്കൽ വാങ്ങൽ കൂടിയാണ് ഇത് എന്നുള്ള ധാരണയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജനറൽ ടൈറ്റിൽ കൂടിയാണ് ഇത്. പിന്നെ റീഡിംഗ് പോയട്രി ഇൻ റിസർച്ച് പെർസ്പെക്റ്റീവ് എന്നുള്ളത് കവിതാ നായകന്റെ ഗവേഷണ പരിപ്രേക്ഷ്യം എന്ന് മലയാളി ഈ മലയാള ഭാഷമാരായിരുന്നു. നമുക്കത് മലയാളത്തിലാക്കിയാലേ സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് കവിതാ ഗവേഷണം എങ്ങനെ എന്ന് നമുക്ക് പറയാം. അപ്പൊ കവിതാ ഗവേഷണം എങ്ങനെ വളരെ ബ്രോഡായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇപ്പൊ സുബ്രഹ്മണ്യ മാഷ് പറഞ്ഞ വ്യത്യാസത്തോട് സംബന്ധിക്കും ഗവേഷണം ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ നോക്കി. ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വീട് പഠിക്കുന്ന കാര്യങ്ങളുണ്ടോ? വീട് സ്വന്തമായിട്ടുണ്ടായാലും സ്വന്തമാക്കിയാണെല്ലാം പറയുന്ന കാര്യം എന്താണ്? വീട് എങ്ങനെ നടത്താമെന്നത് ഒരു വീടുണ്ടാക്കി കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ കുറവ് എന്താണ്. വലിയ പൈസ ചെറുതിൽ ബിരിയാണി വെച്ചിട്ട് നാട്ടുകാർ വരും, വന്നിട്ട് പറയും ഈ മൂന്നൊക്കെ ഇങ്ങനെ വെച്ചത് ശരിയായില്ല, ഇതല്ല വേണ്ടതല്ലേ. ഓപ്പൺ ഡിഫൻസ് എഴുതാൻ അങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടുകാർ മുഴുവൻ പറയാം ഇങ്ങനെയല്ല അതങ്ങനെ. അപ്പൊ നമുക്ക് ധാരണ ഉണ്ടാകും കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു ഗവേഷണം എങ്ങനെയാവാം എന്നുള്ളതിനെ കുറിച്ച്. ആണ് സുബ്രഹ്മണ്യ മാഷ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ഗവേഷണം, അതുകൊണ്ട് ആദ്യമേ നമ്മൾ ആലോചിക്കുന്ന ചില വിഷയമാണ് ഇതൊക്കെ. വാസ്തവത്തിൽ എങ്ങനെ എന്തൊക്കെ പോരായ്മ ഇതിൽ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത്. അതുകൊണ്ട് കവിതാ ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോൾ കവിതാ ഗവേഷണം മാത്രം ആലോചിച്ച പോലെയുള്ളൂ. നമ്മുടെ സാമാന്യമായ ഗവേഷണം എന്ന് പറയുന്ന ഒരു സങ്കല്പനമുണ്ട്. ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിൽക്കുന്ന ഒരു നോളജ് ഉണ്ട് നമുക്ക്. അതിനാണല്ലോ നമ്മുടെ നമ്മുടെ കോഴ്സ് വർക്ക് പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കുന്നത് അതാണ്. അപ്പോ സാമാന്യമായിട്ടുള്ള ആ ഗവേഷണത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാഹിത്യത്തിലെ ഗവേഷണമുണ്ട്. സാഹിത്യത്തിലെ ഗവേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടെ കവിതാ ഗവേഷണം എന്താണ്? അപ്പൊ നമ്മൾ ഗവേഷണത്തിന്റെ മേഖലയിലേക്ക് പോകുന്ന ഏതൊരാൾക്കും ആദ്യം ഗവേഷണം എന്താണ് എന്നറിയണം. ഇന്ന് നടക്കുന്ന ഈ ഗവേഷണം നടന്ന പ്രക്രിയ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു ഏർപ്പാടല്ലല്ലോ, ലോകമെമ്പാടും നടക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ ലോക വൈജ്ഞാനികതയിൽ ലോകത്ത് നടക്കുന്ന ഗവേഷണത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒന്നും താല്പര്യപ്പെടുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ അവസാനത്തെ സെഷനിൽ നിങ്ങൾ ചർച്ച ചെയ്തു പ്ലേജിയറിസത്തെ കുറിച്ചൊക്കെയാണ്. അത്രമേൽ സൂക്ഷ്മമായിരിക്കുന്ന ഒരു ഗവേഷണത്തിന്റെ മണ്ഡലത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഗവേഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പ്ലേജിയറിസം മാത്രമല്ല, അപ്പൊ ഇത്രയധികം ആളുകൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് സർവകലാശാലയുടെ ഈ ലാംഗ്വേജ് ബ്ലോക്കിലും ഉള്ള മുഴുവൻ ഗവേഷകരെ വിളിച്ചാൽ ഇത്ര കിട്ടില്ല. നിങ്ങൾക്ക് അറബിക്ക് മുന്നിൽ മാത്രം ഇത്രയധികം ഗവേഷണം. അപ്പോൾ ഈ മണ്ഡലം അത്രമേ മത്സരമുള്ള ഒരു മണ്ഡലമുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഗവേഷണം ചെയ്യുന്നത്? ലോകത്താകമാനുള്ള ഗവേഷണം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം. ഗവേഷണം എന്താണ് എന്നുള്ളത്, ഗവേഷണം എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം. അതിന്റെ ഉത്തരം പല രീതിയിൽ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്, നാളെ ഒക്കെ ചർച്ച ചെയ്യും. അതിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം നമുക്ക് നമ്മുടെ ഒരു വിഷയം. പക്ഷെ അത് ചർച്ച ചെയ്യുമ്പോൾ ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാഷ് സൂചിപ്പിച്ചു, പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നതിനെ കുറിച്ച്. അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ രീതിശാസ്ത്രം എന്നൊക്കെ പറയുന്നത്.
മെത്തഡോളജിയുടെ ക്ലാസ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും, നടന്നു. അപ്പോ പിന്നെ മെത്തേഡ് എന്താണ്, മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ മെത്തഡോളജി നമ്മുടെ റിസർച്ചിന് നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു പേപ്പറുണ്ട്, റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജി പഠിച്ചാൽ മെത്തഡോളജി പഠിച്ചതാണ് നമ്മൾ വീടുണ്ടാക്കുന്ന പോലെ ഞാനും ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് പഠിപ്പിക്കാനൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഓരോ ഗവേഷണത്തിനും ഓരോ മെത്തഡോളജി. സം ടോട്ടൽ ഓഫ് ദ തിയറി, സം ടോട്ടൽ ഓഫ് ദ കോൺസെപ്റ്റ്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ പഠനത്തിന് ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് വേറൊരാൾ ചെയ്താലും മെത്തഡോളജി ചിലപ്പോൾ വേറെ ഡിസിഷൻ മാറും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെ ചേർത്ത് വെച്ച രീതി, നിങ്ങൾ അതിനെ കൊരുത്തു വെച്ച് സഞ്ചരിക്കുന്നതിന്റെ ഒരു രീതിയുണ്ട്. അങ്ങനെ മെടഞ്ഞ് സഞ്ചരിച്ചു പോകുമ്പോൾ നിങ്ങൾ ചിലയിടത്ത് ചില കെട്ടിടും, ചിലയിടത്ത് ചിലതിനൊന്ന് വിസ്തരിക്കും, ചില സൂക്ഷ്മതകൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കി പോകുന്ന രീതി ഒരു ഡിസീസിനെ പോലെയല്ല വേറൊരു ഡിസീസ്. അപ്പൊ ഒരേ കോൺസെപ്റ്റും ഒരേ തിയറിയും ഒക്കെ ഉപയോഗിച്ചാൽ പോലും എന്താണ് ഒരു ഡിസീസിൽ നിന്ന് വേറൊരു ഡിസീസിലേക്ക് മെത്തഡോളജി മാറും. അപ്പൊ നിങ്ങൾ ഒരു ഡിസീസ് സൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സങ്കല്പനങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ആകത്തുകയാണ്. അത് നിങ്ങൾ പ്രയോഗിക്കുന്നതിന്റെ രീതിയെയാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറയുന്നത്. അതായത് റിസർച്ച് മെത്തഡോളജി കൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി മെത്തഡോളജി. പക്ഷെ മെത്തഡോളജിയെ കുറിച്ച് നമ്മൾ സാമാന്യമായി പഠിക്കും. അപ്പൊ ഇന്ന് ലോകത്ത് നടക്കുന്ന ഗവേഷണത്തിന്റെ പൊതുവായ രീതിശാസ്ത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ കൂടി നമ്മൾ അതിനെ സ്വീകരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാഹിത്യ ഗവേഷണത്തിലേക്ക് പോകുന്നത്. അപ്പോ സാഹിത്യ ഗവേഷണത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് സാഹിത്യത്തിൽ ഗവേഷണം ചെയ്യുന്നത് എന്ന ചോദ്യം പ്രധാനമാണ്. അപ്പൊ സാഹിത്യത്തിലെ ഗവേഷണം പിന്നെ സാഹിത്യത്തിൽ പുതിയതായ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക. പുതിയതായ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോ ചില ആളുകളൊക്കെ ഇയാള് പിന്നെ 35 കൃതിയാണ് ആകെ എഴുതിയിട്ടുള്ളത് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. നമ്മൾ ഗവേഷണം നടത്തി 46-ാമതൊന്നും എഴുതിയിട്ടുണ്ട്, കണ്ടുപിടിച്ചു, പുതിയത് കണ്ടുപിടിച്ചു. അതിന്റെ കാര്യം 35 36 എന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനം? ഇതിനൊക്കെ ഗവേഷണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊരു ഗവേഷണം ഇല്ലാതെ തന്നെ അർത്ഥം ചെയ്യാവുന്ന ഒരു കാര്യമില്ല. അപ്പൊ പുതിയതായി കണ്ടെത്തുക എന്ന് പറയുന്നതിനും ചില അർത്ഥങ്ങളുണ്ട്. ആ പുതിയത് നിങ്ങൾ ഗവേഷണം നടത്തുന്ന അറിവിന്റെ മണ്ഡലത്തിൽ എന്ത് മാറ്റമുണ്ടാക്കണം, അതിനെന്ത് സ്വാധീനം, അവിടെ ആവശ്യം. നിങ്ങൾ രണ്ടാളുകൾ ഒരേ വിഷയത്തിൽ ഞങ്ങൾ പറയുന്ന ഒരേ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ മുഹമ്മദ് കോയയുടെ പിന്നെ നമ്മുടെ അദ്ദേഹത്തിന് മുമ്പത്തെ വിജയം നടന്നുപോയി കൂടുതൽ ചെയ്ത കുട്ടിയാണ് കേരളത്തിലെ ഒരു ഏതാണ്ട് ഒരു അടുത്തടുത്തുള്ള 4-5 ഡീക്കേഡ്സിൽ വരുന്ന എഴുത്തുകാരെ എടുത്തിട്ട് അവരുടെ കൃതികളുടെ ഇപ്പോ ബർസ വരെയുള്ള കൃതികൾ എടുത്തിട്ട് പി എ മുഹമ്മദ് കോയയുടെ നോവൽ, എൻ പി മുഹമ്മദിന്റെ നോവൽ, അതുപോലെ ബർസ, ഇങ്ങനെയുള്ള നോവലുകൾ എടുത്തിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിം സ്ത്രീ സ്വത്വം എങ്ങനെയാണ് ഇതേ രീതിയിൽ 3 PhD തീസിസുകൾ ഞാൻ കണ്ടു. പക്ഷെ ഈ 3 PhD തീസിസും ഇതാണ് നോക്കുന്നത് എങ്കിലും ഒന്ന് അതിനകത്തുള്ള ആ കൃതികൾക്കകത്തുള്ള സംസ്കാരത്തെ ഊന്നിക്കൊണ്ടാണ്, മറ്റൊന്നങ്ങനെയല്ല അതിനകത്തുള്ള കർത്തൃത്വം എങ്ങനെയാണ്, ഒരു സ്ത്രീ കർത്തൃത്വം എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെടും എന്നുള്ളത്. ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരേ വിഷയമാകുമ്പോഴും അത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ആ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നുകൊണ്ട് അത് ഒരു സ്പേസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ നോളജിനകത്ത്. എങ്ങനെയാണ് ഇവിടുത്തെ ലിറ്ററേച്ചർ ഇവിടുത്തെ മുസ്ലിം സ്ത്രീ കർത്തൃത്വത്തെ സംബന്ധിക്കുന്ന ചില ധാരണകളെ ഉറപ്പിക്കുകയും ചില ധാരണകളെ പൊളിക്കുകയോ അല്ലെങ്കിൽ വിപുലപ്പെടുത്തുകയോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഒരു തീസിസ് അന്വേഷിക്കുന്നത്. മറ്റൊന്ന് അങ്ങനെയല്ല, അത് എങ്ങനെയാണ് ഒരു കൾച്ചറൽ ഫ്രെയിം, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു കൾച്ചറൽ ഫ്രെയിം എങ്ങനെയാണ് ഈ കൃതികൾക്കകത്തുകൂടി രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. മറ്റൊന്ന് അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരേ വിഷയത്തെ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു സ്പേസ്, നമ്മുടെ നോളജിന്റെ ഒരു ലെവൽ, ആ വിഷയത്തിനകത്ത് ഒരു സാഹിത്യ വിഭാഗമുണ്ട്. ആ സാഹിത്യ വിഭാഗത്തിന് ഇവിടുത്തെ സ്ത്രീ ജീവിതത്തെ പ്രത്യേക രീതിയിൽ അത് അടയാളപ്പെടുത്തുന്നുണ്ടെന്നും ആ അടയാളപ്പെടുത്തൽ നിലനിൽക്കുന്ന സ്ത്രീ ജീവിതത്തെ പല രീതിയിൽ നിർണയിക്കുന്നുണ്ട് എന്നും അവർക്ക് പുതിയ തുറവികളോ അല്ലെങ്കിൽ അവർക്ക് പുതിയ
പുതിയ സങ്കുചിതത്വങ്ങളോ സാധ്യമാക്കുന്നുണ്ട് എന്നും ഉള്ളത് വരുമ്പോ സ്വാഭാവികമായും ആ നോവലിനെ കുറിച്ചുള്ള വായന, ആ നോവലിനെ മുൻനിർത്തിയ ഒരു സമൂഹത്തെ കുറിച്ചുള്ള വായന ഇത് മാറിത്തീരുന്നു എന്നാണ്. അപ്പൊ അതിന്റെ സ്പേസ് വലുതാണ്. അതുവരെ ഈ 3 എഴുത്തുകാരെ മനസ്സിലാക്കിയതുപോലെയല്ല അതുവരെ കേരളത്തിലെ മുസ്ലിം സ്ത്രീ കർത്തൃത്വത്തെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയെ, അവരുടെ കൾച്ചറൽ സ്പേസിനെ മനസ്സിലാക്കിയതുപോലെയല്ല ഈ പഠനം വരുമ്പോൾ ആളുകൾ പിന്നീട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ചില ഗവേഷണങ്ങൾ വരുമ്പോൾ നമുക്ക് ധാരാളം പുതിയ ഗവേഷണ സാധ്യതകൾ ഉണ്ടാകും. ഒരു ഗവേഷണത്തിനകത്ത് തന്നെ നിരവധി പുതിയ ഗവേഷണ സാധ്യതകൾ തുറന്നുണ്ട്. അങ്ങനെയുള്ള പ്രബന്ധങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രബന്ധത്തിന് വലിയ മെച്ചമാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യം പുതിയ അറിവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ എന്താണ് ആ വിഷയത്തെ വിപുലപ്പെടുത്തുക എന്നതാണ്. വിപുലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ യാന്ത്രികമായിട്ടുള്ള വിപുലപ്പെടുത്തൽ ഈ സമകാലത്ത് നിന്നുകൊണ്ട് ഈ കാലം ആവശ്യപ്പെടുന്ന മട്ടിൽ ആ വിഷയത്തെ വിപുലപ്പെടുത്തുക എന്നതാണ്. അതിനെന്ത് വേണം? അതിന് നിങ്ങൾ നിൽക്കുന്ന വിഷയത്തെ, നിങ്ങൾ അറബിയിൽ ഇനിയിപ്പോ ഏതെങ്കിലും അറബിയിലെ ഒരു പ്രാദേശികമായിട്ടുള്ള വൈദ്യവിജ്ഞാനത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് അറബി ഒക്കെ അറിയാം. ആറ് പല അറിയാവുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടേക്കാണ് ലഗ്നത്തിന്, അത് വലത്തുനിന്ന് ഇടത്തോട്ടേക്കാണ് എഴുതുന്നത്. എന്തായാലും മലയാളം എഴുതിയിട്ടാണ്. അങ്ങനെയാണ് എഴുതുകാർക്ക് മാത്രമാണ് എനിക്കറിയാവുന്നത് കരുതുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ധാരാളം ഈ സവിശേഷമായ ചില വൈദ്യം പ്രാക്ടീസ് ചെയ്ത ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ, അവർക്കൊക്കെ അറബിയിൽ ഇനി എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഗവേഷണം ചെയ്യും. പക്ഷെ അതിനകത്ത് ഗവേഷണം ചെയ്യുമ്പോൾ എന്താണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ളത്, നിലവിലിരിക്കുന്ന നമ്മുടെ ആധുനിക വൈദ്യം എന്ന് നമ്മൾ വിളിക്കുന്ന വൈദ്യം എന്താണ്, അതിന്റെ സാധ്യത എന്താണ്, അതിന്റെ പരിമിതി എന്താണ്, അതിനകത്ത് ഈ പറയുന്ന വൈദ്യവിജ്ഞാനത്തിനുള്ള സാധ്യത എന്താണ് എന്ന് മാത്രമല്ല ഈ എല്ലാ അറിവുകളും ഒരു സംസ്കാര രൂപം എന്നുള്ള നിലയിൽ കൂടി വിളിക്കുന്നതാണ്. അത് ചില സംസ്കാരങ്ങളോട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ആ സംസ്കാരത്തിന്റെ പ്രതിനിധാനം എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ അറിവുകളുടെയും പറയുന്ന ചില രാഷ്ട്രീയങ്ങളുണ്ട്. അതെന്താണ് എന്ന് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ ആ ഗവേഷണത്തിന്റെ മണ്ഡലത്തിലേക്ക് ഇടപെടാൻ എന്നാണ്. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ അറബിയിലെ ഒരു പ്രാദേശിക വൈദ്യവിജ്ഞാനത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് പുറപ്പെടുമ്പോൾ ഗവേഷകന്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ഗവേഷണവും ആരംഭിക്കുന്നത് ഗവേഷണ പ്രശ്നത്തോടുകൂടിയാണ് എന്ന് നമ്മൾ പറയും. നിങ്ങൾ ചെയ്യുന്ന ഗവേഷണത്തിലെ നിങ്ങളുടെ ഗവേഷണ പ്രശ്നം എന്താണ്? ആ ഗവേഷണ പ്രശ്നം ആണ് വാസ്തവത്തിൽ നമ്മൾ സാധാരണ പറയില്ല, ആളുകളെ കാണുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് സൈറ്റ് ഇസ് ദ ബെസ്റ്റ് സൈറ്റ് എന്ന് പറയാം. അങ്ങനെ പറയും. ആദ്യം തന്നെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ആദ്യം തന്നെ നിങ്ങൾ ഈ തുടക്കം സ്റ്റെപ്പിങ്, നിങ്ങൾ അത്യാവശ്യം ഫീൽഡ് വർക്ക് പഠിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഫീൽഡ് വർക്ക് നമ്മൾ പറയാം, ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ആദ്യം പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും നല്ല എൻട്രൻസ് ആയിരിക്കും. ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് വരുമ്പോലെ അങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ ഫീൽഡിൽ പോകാൻ കഴിയണം. അവിടെ നിങ്ങൾ പിന്നെ ഇപ്പൊ സലീം കുമാറോ അല്ലെങ്കിൽ പിന്നെ തമാശ നടന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ഈ കടന്മാരൊക്കെ പരിശീലനം പരിണമായി വന്നാൽ എപ്പോഴും ഫീൽഡിലുള്ള ആളുകൾ നിങ്ങളുടെ സംശയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ വിശ്വാസം ആർജിക്കാവുന്ന മട്ടിൽ ഇയാൾ കൊള്ളാവുന്നയാളാണ്, ഇയാളോട് ഡാറ്റ പങ്കുവെക്കാവുന്നതാണെന്ന് ആളുകൾക്ക് തോന്നുന്ന മട്ടിൽ വേണം നമ്മൾ ഒരു ഫീൽഡിലേക്ക് പോകുക എന്ന് എപ്പോഴും പറയും. ഫീൽഡ് ഗവേഷണത്തെ സംബന്ധിച്ച് അതിന്റെ ആരംഭം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഗവേഷണത്തിലെ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട്. ഇതാണ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഗവേഷണ പ്രശ്നം എന്ന് ഞാൻ മലയാളത്തിൽ പറയും. ഗവേഷണ പ്രശ്നം എന്താണ് നിങ്ങളുടെ ഗവേഷണ പ്രശ്നം? ഈ ഗവേഷണ പ്രശ്നം മനസ്സിലാക്കണം. അത് ശരിയാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ പറഞ്ഞതുപോലെ കറന്റ് ആയിട്ടുള്ള ആ വിജ്ഞാനത്തെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈദ്യത്തെ കുറിച്ചാണെങ്കിൽ ആ വൈദ്യത്തെ കുറിച്ചും നിലവിലിരിക്കുന്ന വൈദ്യത്തെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും ഈ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന സംസ്കാരത്തെ കുറിച്ച്, അതിന്റെ പ്രതിനിധാനങ്ങളെ കുറിച്ച്, അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യം ഉന്നയിക്കാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിലത്തെ കുഴപ്പം 50 കൊല്ലം മുമ്പ് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ 2023 നിന്നിട്ട് 1999
1975 ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരത്തിന് ഇന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മത്സരം നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ ഈ വിഷയത്തെ വിപുലപ്പെടുത്തി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. നിങ്ങളുടെ നാളെ നിങ്ങളുടെ ഗവേഷണം കഴിഞ്ഞിട്ട് 4 ആൾ പേപ്പർ പ്രസന്റേഷൻ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇയാൾ നമുക്ക് കൊള്ളാം എന്ന് അവർക്ക് തോന്നണമെങ്കിൽ എന്താ വേണ്ടത്? 1975 ചോദ്യത്തിൽ വെച്ചിട്ട് മറുപടി പറയുന്ന ഗവേഷകനായിട്ടല്ല നമ്മൾ പോകേണ്ടത്, ഗവേഷകയായിട്ടല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് 2023 നിന്നിട്ട് 2050 ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന ഗവേഷകരാണ് നമുക്ക് കഴിയണമെന്ന് വേണം. നമ്മൾ ആ വിഷയത്തെ ആ രീതിയിൽ പഠിക്കണം എന്നുള്ളത്. എന്നിട്ട് വേണം ചോദ്യത്തിരിക്കാൻ. നമ്മളിപ്പോ ഗവേഷണത്തിൽ എല്ലാവരും വരിക അങ്ങനെ പറഞ്ഞാൽ എന്റെ സമയം പോകും. കവിതയിലേക്ക് വന്നിട്ടില്ല. എന്താ ആദ്യം തന്നെ ഒരുപാട് ആളുകൾ ഗവേഷണത്തിന് വിളിക്കും. സർ എന്തെങ്കിലും വിഷയം വേണം, എനിക്ക് ഗവേഷണത്തിൽ ഞാനാണ് വിഷയം പറയുന്നത്. മിക്കവാറും സ്ഥലത്തൊക്കെ ഗൈഡാ വിഷയം പറയും. ഞാൻ ഒരാളുടെ വിഷയം കൊടുക്കുക, ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവരും, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ ഒരു രൂപത്തിലെത്താം. അപ്പൊ ഞാൻ പറയുന്നത് ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അമ്മാതിരി ചോദ്യങ്ങളില്ലാത്തത്. ആദ്യം നമ്മൾ ഈ വിഷയം ഇതിന്റെ സമകാലികതയെ അറിയുക, എന്നിട്ട് നമ്മുടെ ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ ഗവേഷണത്തിലേക്ക് പോകും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കവിതാ ഗവേഷണത്തിലേക്ക് വരുമ്പോഴുള്ള ചോദ്യം എന്താണ്? കവിതാ ഇത്രയും ഗവേഷണത്തെ പറ്റിയുള്ള ഒരു പൊതുധാരണയിൽ നിന്നോ സാഹിത്യത്തിനകത്തു നിന്ന് എന്നിട്ട് വേണം നമ്മൾ കവിതയ്ക്കകത്ത് ആ ഗവേഷണമാണെന്നത് സിനിമയിൽ നമ്മുടെ സുകുമാരി പറയുന്നുണ്ട്. ഗവേഷണം ഒരു സതനീയാണ്, തപസ്യയാണെന്ന് പറയുന്നുണ്ട്. വെറുപ്പോന്നില്ല, ഇങ്ങനെ പിന്തുണതാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? കവിതയെ കുറിച്ച് പറയുമ്പോൾ സമകാല കവിത എന്താണെന്ന് പറയാം. അപ്പൊ അറബിയിലാണെങ്കിൽ അറബി, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ സമകാല കവിത എന്താണ്? ലോക കവിതയിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം. ഇങ്ങനെ ചോദ്യം ചോദിച്ചാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചോദ്യം ചോദിക്കാനും ഗവേഷണത്തിന് ഉത്തരം കണ്ടെത്താനും വിഷയത്തെ ആ മട്ടിൽ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയുള്ളൂ, വികസിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ കവിതയെ കുറിച്ചിട്ടുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇനി സാഹിത്യ ഗവേഷണത്തിന്റെ സമകാലികതയിൽ നിന്നുകൊണ്ട് കവിതയിലുള്ള ഗവേഷണ പ്രശ്നത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ ചർച്ചയ്ക്ക് സമീപിക്കില്ല എന്നുള്ള ഒരു 10 മിനിറ്റിലൂടെ ഞാൻ നോക്കട്ടെ പറയാൻ കഴിയുള്ളൂ. ഇത് നമുക്ക് 1-2 കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറയാനുള്ള അവസരം ഉണ്ട്. അപ്പൊ കവിതാ ഗവേഷണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പിന്നെ കവിത എന്ന് പറയുന്ന ജനുസിന് ഒരു ജനുസ്, സാഹിത്യ ജനുസാണ് കവിത. നമ്മുടെ സാഹിത്യത്തിലെ ഗവേഷണമാണെങ്കിൽ നോവലോ കഥയോ അല്ലെങ്കിൽ അതല്ലാത്ത ജീവചരിത്രം പോലെയുള്ള നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള സാഹിത്യമൊക്കെയാണ്. അതേപോലെ ഒരു ഫിക്ഷനാണല്ലോ, ഒരു ജനുസാണല്ലോ കവിത എന്ന് പറയുന്നത്. കവിത എന്നുള്ള ജനുസിന് മറ്റു ജനുസുകളുണ്ട്. നമ്മൾ കവിതാ ഗവേഷണത്തിൽ എന്താ കവിതാ ഗവേഷണത്തിന് മാത്രമായിട്ടുള്ള പ്രശ്നമുള്ളത്? കവിതാ ഗവേഷണം എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നോവലിനില്ലാത്ത, കഥയ്ക്കില്ലാത്ത, നാടകത്തിനില്ലാത്ത, മറ്റു സാഹിത്യ രൂപങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് കവിതയ്ക്കുള്ളത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾക്ക് എന്ത് പറയാം? ഞാനിങ്ങനെ പറയുന്നത് നോക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം വെക്കില്ലല്ലോ, അല്ലേ? അപ്പൊ എന്താണ് കവിതയ്ക്ക് ലേഖനം എന്നുള്ളതിലേക്ക്, ഒരു ജനുസ് എന്നുള്ളതിലേക്ക് കവിതയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് കവിത എന്താണെന്നുള്ള ചോദ്യം വരിക. അപ്പൊ കവിത ഒരു എന്താണ് ഗാഠമായ മറ്റ് കൃതികളെ അപേക്ഷിച്ച് ഏറ്റവും സാഹിത്യത്തിൽ ഏറ്റവും ഗാഠമായി അനുഭവത്തെയും ഭാവത്തെയും ഭാവനയെയും ആവിഷ്കരിക്കുന്ന ഒരു രൂപമാണ് എന്ന് പറയാം. അതിന് മറ്റു നിർവചനങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ജനുസ് എന്താണെന്നോ കവിത ജനുസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പ്രത്യേകത എന്താണെന്നോ ഒന്നും ഉള്ളതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം. പിന്നെ കവിത ഗാഠമായി പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പിന്നെ മാഷ് നേരത്തെ പറഞ്ഞു. പിന്നെ മനോഹരം അല്ലെ, മനോഹരം മഹാബലം ഇരുട്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിരുന്നു മാമക പ്രതിജ്ഞകൾ അനക്കമറ്റു വീണുറങ്ങിടുന്നതിനു മുമ്പിലാൽ എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ, എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്ന് ആ കവിതയ്ക്ക് കലമൻ പേര് വിവർത്തനം. ഈ കവിതയിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ഗദ്യത്തിൽ പറഞ്ഞാലും
നമുക്ക് ഇത്ര പവർഫുൾ ആയിട്ട് പറയാൻ കഴിയില്ല ഈ ആശയം. Where do the birds fly after the last sky? ഗാസയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും നിരന്തരം പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നോക്കിയിട്ട് ഒരു കവി പാടുകയാണ്. Where do the birds fly after the last sky? മഹാകാശത്തിനപ്പുറത്ത് എവിടേക്കാണ് പറവകൾക്ക് പറക്കാൻ സാധിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഈ യുദ്ധമുഖത്ത് നോക്കി നിരന്തരം ഓടിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു ജനതയെ നോക്കിയിട്ട് നിങ്ങൾക്ക് പേജസ് ആൻഡ് പെൻസിൽ എസ്സേ എഴുതണം. പക്ഷേ ആ എസ്സേയേക്കാൾ പവർഫുൾ ആണ് ദർവേശിന്റെ രണ്ടുപേരും. മഹാകാശത്തിനപ്പുറത്തേക്ക് എവിടേക്കാണ് പറവകൾക്ക് പറക്കാൻ സാധിക്കുക? ഇതാണ് നമ്മൾ പറയുന്ന എന്താണ് കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഗാഠമായിട്ടുള്ള അനുഭവമാണ് കവിത. ഗാഠമായിട്ടുള്ള എന്താണ് ഭാവമാണ് കവിത എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾക്ക് മറ്റൊരു തരത്തിലും ഗദ്യത്തിൽ പറയാൻ സാധിക്കാത്ത അത്രയും കണ്ടൻസ്ഡ് ആയിട്ട് പദ്യത്തിൽ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുമ്പോൾ മാഷ് നേരത്തെ മാഷിനെ പറഞ്ഞില്ലേ, അതിങ്ങനെ അതിനകത്ത് കുറെ സ്ഥലമുണ്ടെന്നും ആ സ്ഥലം നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. എന്താണ് ഗദ്യം നമുക്ക് പേരിൽ നിറച്ച് എഴുതാം. കവിത ഇങ്ങനെ കുറച്ച് കുറച്ച് മാത്രം ഉത്തരം എഴുതുന്ന അതിന്റെ ഇടയിലുള്ള സ്ഥലം മുഴുവൻ നമുക്കുള്ളതാണ്. നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ആ പൂരിപ്പിക്കൽ എങ്ങനെയെന്ന് നമുക്കറിയാം. ഇതാണ് കവിതയെ മറ്റ് സാഹിത്യ ജലസകളിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കവിത, അതിന്റെ വിവർത്തനമുണ്ട്. തരിശ് ഭൂമി എന്ന പേര്. അയ്യപ്പ പണിക്കരും സുഗതകുമാരിയും രണ്ടുപേരും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാനിത് എന്നെ ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എം.എ. കഴിഞ്ഞ ഉടനെയാണെന്നുള്ളതുകൊണ്ട് എം.എ. കഴിഞ്ഞ ഉടനെ പഠിപ്പിക്കാൻ മുമ്പ് ആവേശമാണ്. ഇന്നത്തെ പോലെ അപ്പോ ആ ക്ലാസ്സിൽ റാങ്കൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഉറപ്പടച്ചിട്ട് നമ്മുടെ എല്ലാ റെഫറൻസും എഴുതി വെച്ചിട്ടാണ്. ആകെപ്പാടെ പേജിന്റെ എയർപോർട്ടിൽ നമ്മൾ ഇത്തവണ കവിതക്ക് സൂചി കുത്താൻ ഇടയില്ലാത്ത മറ്റുള്ള റെഫറൻസ് എഴുതിയിട്ട് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. These are birds, those were his eyes. അവന്റെ കണ്ണുകളായിരുന്നവ മുത്തുകളായിരിക്കും. ഒരു ഫിനീഷ്യൻ നാവികനെ കുറിച്ച് പറയാം. അവന്റെ കണ്ണുകളായിരുന്നവ മുത്തുകളായിരിക്കും. These are birds, those were his eyes. അപ്പൊ നിങ്ങൾക്ക് ആ കവിത പഠിപ്പിക്കുമ്പോൾ ഫിനീഷ് എന്താ ഈ കണ്ണുകളായിരുന്നവ മുത്തുകളായിരുന്നു മാറും പറയുന്നതിന്റെ അർത്ഥം കണ്ണുകൾ ഈശ്വരൻ നാവികൻ എന്ന് പറയുന്നത് കച്ചവടത്തിന് വേണ്ടിയോ യുദ്ധത്തിന് വേണ്ടിയോ കീഴടക്കാൻ വേണ്ടി സകല സാമഗ്രികളുമായി കപ്പലിൽ ഇങ്ങനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടുള്ള ഒരു നാവികൻ. കപ്പൽ തകർന്നുവോ എങ്ങനെ യുദ്ധത്തിലോ എങ്ങനെയോ വെള്ളത്തിനടിയിലേക്ക് അണ്ട് മുങ്ങിപ്പോയപ്പോഴും അയാളുടെ കണ്ണുകൾ ലോകത്തിന് നേർ ആർത്തി പിടിച്ച കണ്ണുകൾ ഇങ്ങനെ തുറന്നു പിടിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആ കണ്ണുകൾ മുത്തുകളായി മാറിയിരിക്കുന്നു എന്നാണ്. ആർത്തിയെല്ലാം പോയി മരണത്തിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം എങ്ങനെയാണ് ഈ കണ്ണുകൾ മുത്തുകളാകുക? മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ഒരു കവിത. ഇന്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റിൽ നിന്ന് വേറൊരു ടെക്സ്റ്റിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. മുത്തുച്ചിപ്പിയിൽ സുഗതകുമാരി പറയും മുത്തുച്ചിപ്പിയിൽ മുത്തുച്ചിപ്പി ഉണ്ടാക്കുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവി ഒരു കക്കയാണ്. അത് കടലിന്റെ അടിയിൽ നിന്ന് ഈ ഉപരിതലത്തിലേക്ക് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് വെള്ളത്തിന്റെ അടിയിൽ അതിന്റെ ഏകാന്തത സഹിക്കാൻ കഴിയാനായിട്ടാണ് ഒരിക്കലും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ വന്നിട്ട് മേലെ ആകാശം നോക്കിയപ്പോഴാണ് അത് അമ്പരന്ന് പോകുന്നത്. കടലിന്റെ അടിയിലെ ഇരുട്ടിൽ കിടക്കുന്ന ഈ ജീവി മുകളിൽ വന്നപ്പോ ശാന്തമായ കടൽ ഓളം വെട്ടുന്ന നിരാവ്, ആ നിരാപത്ത് മുകളിൽ പൂർണ്ണ ചന്ദ്രൻ, ചന്ദ്രയെ നക്ഷത്രങ്ങൾ, വെള്ളത്തിന്റെ അടിയിൽ കടലിന്റെ അടിയിൽ കാണാത്തൊരു കാഴ്ച. ഈ കാഴ്ച കണ്ടിട്ട് എന്റെ ദൈവമേ എനിക്കായി നീ ഈ കാഴ്ച വെച്ചിരിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുകയും അപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ഒരു മഞ്ഞുതുള്ളി അതിന്റെ നെറുകയിൽ ഇറ്റ് വീഴുകയും അതിനെ ഈ ചിപ്പി അതിന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അതിന്റെ സായുജ്യം പോലെ ഈ കാഴ്ചയുടെ മാധുര്യവുമായി അത് കടലിന്റെ അടിത്തട്ടിൽ പോവുകയും ഈ മഞ്ഞുതുള്ളിയുടെ സ്പർശത്തിന്റെ ആ നനുപ്പിനെ ഇങ്ങനെ ഏറ്റുവാങ്ങി കാഴ്ചയുടെ മാധുര്യത്തെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഇരുന്ന ഇരിപ്പിൽ സമാധിയായി മരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ട് ഏതോ മുക്കുവൻ വല വീശിയിട്ട് ഈ മുത്തുച്ചിപ്പിയെ എടുത്ത് അതിലെ ചിപ്പി പൊട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒരു മുത്ത്. ആ മുത്ത് ഈ മഞ്ഞുതുള്ളിയാണ്. മഞ്ഞുതുള്ളി എങ്ങനെയാണ് മനുഷ്യന് ഇങ്ങനെ ഈ ആസക്തിയെല്ലാം പോയി പോകുമ്പോൾ
എങ്ങനെയാണ് അതൊരു മുത്തായി മാറിത്തീരുന്നത് എന്ന് സുഗതകുമാരി പറയുന്നു. നിങ്ങൾക്കിങ്ങനെ പലതും കവിതയിൽ വായിക്കാൻ പറ്റും. ഇതൊക്കെ സുഗതകുമാരി അതിനാണെന്ന് വെച്ചാൽ ഞാനോ ചില കവികളൊക്കെ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ വായിച്ച് കണ്ടെത്തുന്നതാണ്. അതിനാണ് കവിതക്കകത്ത് ഇത്രയും സ്ഥലം കടലാസിലേക്ക് വെറുതെ വെച്ചിരിക്കുന്നത്. വെറുതെ അത് കവിത എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഉണ്ടാക്കുന്നത് അതിനകത്തുള്ള വാക്കുകളാണ്. ആ വാക്കുകളുടെ ചേർച്ചയാണ്. അത് ഉണ്ടാകുന്നത് ഓരോ കാലത്ത് ഓരോ ആളുകൾ വായിക്കുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ യേശു വെറുതെയൊക്കെ വായിക്കുന്നത്. വെറുതെ പറയും അർത്ഥം എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. നീട്ടിവെക്കപ്പെടുന്നതാണ് അർത്ഥം. ഒന്നു മാത്രമല്ല, ഒരു വാക്കിന് ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. ഷെയ്ഡ്സ് ഓഫ് മീനിങ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന ഓരോ വാക്കും, ഞാനിവിടെ സംസാരിക്കുന്ന ഓരോ വാക്കും എനിക്ക് മുമ്പ് എത്രയോ ആളുകൾ പല സന്ദർഭങ്ങളിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഇതിന് ഒരു അർത്ഥമില്ല, പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ നിന്ന് എന്റെ അനുഭവം കൊണ്ടല്ല, ഞാൻ വേറെ തന്നെ ഒരാളാണ്. ഞാൻ വേറെ ഒരു നാട്ടിൽ ജനിച്ച് വേറെ അനുഭവങ്ങളിലൂടെയൊക്കെ വന്നു നിൽക്കുന്ന വേറെ ഒരാളാണ്. നിങ്ങളും അതുപോലെ ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവമുണ്ട്, നിങ്ങളുടെ ലോകമുണ്ട്. നിങ്ങൾ എത്രയോ തവണ ഈ വാക്ക് കേട്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ പല രീതികളിൽ. ആ കേട്ടതിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കിനെ നിങ്ങൾ കേട്ട നിരവധി സന്ദർഭങ്ങളിലെ ഒരു വാക്കിനെ എടുത്തിട്ട് അതിനോട് ചേർത്തിട്ടാണ് നിങ്ങൾക്ക് ഈ അർത്ഥം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വേറെ ഇപ്പൊ മരുന്ന് സാധാരണ പറയുന്ന ഉദാഹരണമാണ് ഭാഷാശാസ്ത്ര ക്ലാസ്സിൽ. മരുന്ന് പറഞ്ഞാൽ ആശാരിപ്പണിക്ക് പോകുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല ഉരുപ്പടിയായ മരത്തെയാണ് കണക്കാക്കുക. കല്ലായിരിക്കും മരയിറക്കാൻ പോകുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ വലിയ മരമാണ് ഉണ്ടാവുക. ഇതൊന്നും അല്ലാതെ ഫോറസ്റ്റ് ഓഫീസർ ആകാൻ വേണ്ടി PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളുടെ മനസ്സിൽ കാട്ടിലെ വലിയ മരമാണ് ഉണ്ടാവുക. ഒരൊറ്റ വാക്കാണ്. ഷെയ്ഡ്സ് ഓഫ് മീനിങ് ആണ് ഇതെല്ലാം. എങ്ങനെയാണ് നിങ്ങളുടെ സന്ദർഭത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വായിച്ചെടുക്കട്ടെ. കവിത ഇതാണ് ചെയ്യുന്നത്. കവിത കൊണ്ട് ഈ സന്ദർഭത്തിൽ നിന്ന് എങ്ങനെ വായിക്കണം എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെ നമ്മൾ വായിച്ചു ചേർത്തിട്ട് അർത്ഥം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അർത്ഥം നിരന്തരം നീട്ടിവെക്കപ്പെടുന്ന ഒന്നാണ്. ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഓരോ അർത്ഥം ഉണ്ടാക്കുകയാണെന്നൊക്കെ ദീർഘ പറഞ്ഞിട്ടുണ്ട്. ദീർഘയെ തൽക്കാലം നമ്മൾ മാറ്റിവെക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒന്നാണ്. ഇത് നിങ്ങൾക്ക് വേറെ ഒരു സാഹിത്യ രൂപത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് വള്ളത്തോളിന്റെ കവിത ഇന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് അത് മഹത്തായ കവിതയാണെന്ന് പറയും. മഹത്തായ കവിതയാണ്. കാരണം അത് സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുന്ന കവിതയാണ് എന്ന് പറയും. പക്ഷേ ദളിതവാദം വന്നതിന് ശേഷം വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വള്ളത്തോട് ദളിതരോട് അത്ര നല്ല സമീപനാണ്, കവിതയെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാൾക്ക് വിമർശനം ഉന്നയിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അത്ര മഹത്തരമില്ല എന്ന് വേറൊരാൾക്ക് പറയുന്നുണ്ട്. കവിത ഒന്നു തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ നമ്മൾ വായിക്കുന്ന സന്ദർഭം വേറെയാണ്. നമ്മൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ വേറെയാണ്. അത് മാറുമ്പോൾ അതിന്റെ അർത്ഥം മാറും. അപ്പോ ഇങ്ങനെ നാം വായിച്ചെടുക്കുന്ന ഒന്നുകൂടിയാണ് കവിത എന്നും കവിതയിലെ അർത്ഥം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകും. ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മീനാകുട്ടി മാഷിന്റെ ഒരു കവിതയുണ്ട്. എന്നാൽ വെളിച്ചം വെള്ളത്തിലേക്ക് എന്നതുപോലെ പതുക്കെയാണ് നീരിലേക്ക് പ്രവേശിച്ചത്. വെളിച്ചം വെള്ളത്തിലേക്ക് എന്നതുപോലെ പതുക്കെ നീരിലേക്ക് പ്രവേശിച്ചു. ഇലത്തുള്ളിൽ നിന്ന് മഞ്ഞുതുള്ളി എന്നതുപോലെ പതുക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്കിലും എനിക്ക് നിന്നോട് നന്ദിയാണ്. അല്പനേരത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ സ്ഫടികം എന്ന് തോന്നിപ്പിച്ചു. വെള്ളത്തിൽ വെയിൽ പ്രവേശിക്കും, വെള്ളത്തിൽ വെയിലെന്ന പോലെ എന്നിൽ പ്രവേശിക്കും. ഇലത്തുള്ളിൽ നിന്നും മഞ്ഞുതുള്ളി എന്ന പോലെ അപ്രത്യക്ഷമാകും. എത്ര പെട്ടെന്ന് കഴിയുന്നു എന്നൊന്ന് ആലോചിച്ചു. ഒരാൾ ഈ കവിത നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വായിക്കാം. ഈ കവിതയെ പ്രണയമായിട്ട് വായിക്കാം. ഈ കവിതയെ നിങ്ങൾക്ക് ആധ്യാത്മികതയായിട്ട് വായിക്കാം. ഈ കവിതയെ ഒരാളുടെ നവീകരണമായിട്ട് വായിക്കാം. പല അർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനെ വായിക്കാൻ സാധിക്കും. അതായത് പറഞ്ഞത് ഇത് നിങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്നതിനനുസരിച്ച്, നിങ്ങളുടെ നിലപാടിനനുസരിച്ച്, വായിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് അത് മാറി വരുന്നു. അതോടൊപ്പം തന്നെ ഒരു നാല് വരിയിൽ എത്ര ഗാഠമായിട്ടാണ് ഒരു ജീവിത സന്ദർഭത്തെ, ജീവിതാനുഭവത്തെ ആവിഷ്കരിക്കുന്നത്. അത് പറയുമ്പോൾ വേറെ കൂടിയിട്ട് മലയാളത്തിലെ കവിതയുടെ രൂപം, ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ കവിതകളിലും കവിതയുടെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കണം.
കവിത അതിന്റെ രൂപം കൊണ്ടെങ്ങനെ മാറും എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആദ്യം പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതിന്റെ സമകാലികതയെ മനസ്സിലാക്കുക എന്നുള്ളതിന്. അപ്പൊ ഇങ്ങനെയാണ് അർത്ഥങ്ങൾ. അതുകൊണ്ട് കവിതയുമായിട്ട് നമുക്കൊരു പരിചയമുണ്ടാകും. നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത, ഗവേഷണത്തിൽ ഒരു കവിത തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കവിത ആരുടേതാണ്, ഏത് കാലത്തിൽ എഴുതിയതാണ്, നിങ്ങൾ അതിനെ നേരത്തെ അത് പറഞ്ഞു ഇവിടെ 3 വട്ടം വായിക്കുക. ആമാശ്വരം വീട്ടിന്റെ കവിതയെ കുറിച്ച് 3 വട്ടം വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആദ്യത്തെ വായനയിൽ തെളിയാത്ത അർത്ഥങ്ങൾ തെളിഞ്ഞു വരിക. അങ്ങനെ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കവിതയിൽ പുതിയ അർത്ഥങ്ങൾ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വന്നു നിങ്ങൾക്ക് ആ കവിത എന്താണെന്ന് ബോധ്യമായാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. എന്താണ് ഈ കവിതയുടെ പ്രശ്നം? അങ്ങനെ കവിതയുടെ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്താണ്, ഞാൻ കുറെ ഭാഗം പറയാതെ വിട്ടു ഈ സന്ദർഭത്തിലൊക്കെ. ഞാൻ ചെറിയ കുറിപ്പുണ്ടാക്കിയ പറയുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കവിതയിലെ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ ഗവേഷണ പ്രശ്നം എന്നുള്ളതിലേക്ക്. ഇവിടെ ആരെങ്കിലും കവിതയിൽ ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ടോ? ഉണ്ടാവുമല്ലോ. ഉണ്ടാവാതിരിക്കാൻ വഴിയില്ലേ? ഉണ്ടോ? ഞാൻ ചോദിച്ചവர்கள் പറയാൻ വിട്ടല്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്താണ് നിങ്ങളുടെ ബോധന്റെ പേരെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണ് നിങ്ങളുടെ ഗവേഷണ പ്രശ്നം പറയാമോ? ഒരു ഗവേഷണ പ്രശ്നം ഉണ്ടാവുമല്ലോ. എന്താണ്? ഞാൻ ചോദ്യമല്ല, നിങ്ങൾ ചോദ്യമല്ല. ഞാൻ എനിക്ക് നിങ്ങളുടെ ഗവേഷണത്തിന്റെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങളുടെ ഗവേഷണ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ? അപ്പൊ എന്താ രീതിശാസ്ത്രം? എന്താണ്? എങ്ങനെയാണ് പഠിക്കുന്നത്? എങ്ങനെയാണെന്നുള്ള തീരുമാനിച്ചു. ഓതറെ എനിക്ക് മനസ്സിലായിരിക്കാൻ അല്ലെങ്കിൽ അറിയാത്ത കവിയാണ് ഒരു ഓതർ. ആ ഓതറുടെ കവിതയിലുള്ള മാനസിക മൂല്യങ്ങൾ, ആ മാനസിക മൂല്യങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സങ്കേതങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് അല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലേ? അതാ. അപ്പോ ഈ ഒരു പഠനത്തിൽ നമ്മൾ ആ ഒരു കവിയെ വായിച്ചു, ആ കവിയെ വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഏതൊരു കവിക്കും ഏറ്റവും പ്രമുഖമായി ഉള്ള ചില ട്രെൻഡ് ആ കവിതയിൽ ഉണ്ടാവും. കവിയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് നമ്മൾ 2 തരത്തിൽ കാണണം. ഒന്ന്, കവിയുടെ മാത്രം ട്രെൻഡ് ആവണം എന്നില്ല, ഒരു കാലത്തിന്റെ ട്രെൻഡ് കൂടി ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നമ്മുടെ നാട്ടിൽ പല കാലങ്ങളിൽ പലതരം ട്രെൻഡ് വന്നു. നമ്മുടെ പ്രസ്ഥാനാത്മകമായിട്ടുള്ള ഗവേഷണം എന്ന് പറയുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ശരി, ആളുകൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വള്ളത്തോളിനെ കുറിച്ച് പറയുന്ന അങ്ങനെ ആ രീതിയിലുള്ള ചില മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് ധാരാളം കവിത വന്നിട്ടുണ്ട്. കുമാരനാശാൻ ജാതി വ്യവസ്ഥക്കെതിരായി ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. വള്ളത്തോളിനെ പോലെയുള്ള ഒരു കവി ഇവിടുത്തെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഒക്കെയുള്ള മനുഷ്യരെല്ലാം ഒന്നായി തീർന്ന സമഭാവനയെ കുറിച്ചൊക്കെയുള്ള കവിത എഴുതിയിരുന്നു. വയലുപള്ളിയും അങ്ങനെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കവിതകൾ ഉണ്ടാകുന്നത് ഒരു തരത്തിൽ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു ട്രെൻഡുണ്ട്, ഒരു സാമൂഹിക അവസ്ഥയുണ്ട്, ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ആശയ ലോകമുണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന. ഈ ആശയ ലോകത്തിന്റെ സ്വാധീനം കൂടിയാണ് നമ്മൾ സാധാരണ പറയുന്നത്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുമ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടല്ല, ഗാന്ധിജി ഇന്നാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഗാന്ധിജി ആകാൻ വലിയ സാധ്യതയൊന്നും ഉണ്ടാകില്ലേ. എന്തുകൊണ്ട് അന്ന് ജനിച്ചതുകൊണ്ടാണ് ആ സാഹചര്യ പ്രധാനം. അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ അല്ലെങ്കിൽ ആ കവിത എഴുതപ്പെട്ടിട്ടുള്ള ആ ഭാഷാ സമൂഹത്തിന്റെ ആ കാലത്തെ ആശയമില്ല ഉണ്ട്.
അതോടൊപ്പം വ്യക്തി എന്ന നിലയിലുണ്ട്. ഈ രണ്ടിനെയും നമ്മൾ കാണണം. അല്ലാതെ അയാളുടെ കവിതയിലെ മൂല്യം എന്ന് പറയുന്നത്, മാനുഷിക മൂല്യം എന്ന് പറയുന്നത് അയാളുടെ മാത്രം എന്ന് അർത്ഥാർത്ഥമില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചാൽ നമ്മൾ ആ കാലത്ത് നിലനിന്ന മാനുഷിക മൂല്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാഹോദര്യം, സ്വാതന്ത്ര്യബോധം, അല്ലേ, ഇങ്ങനെ തുല്യതാബോധം, ഇങ്ങനെ അല്ലെങ്കിൽ കാരുണ്യം, ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കാലത്തും നമ്മൾ സാധാരണ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്താണ് സഹോദര്യം, സമത്വം തുടങ്ങിയ സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയാം. അതുകൊണ്ട് ആ കാലത്ത് ഉണ്ടായിട്ടുള്ള കവിതകളിലൊക്കെ ധാരാളമായിട്ട് അത് കാണാം. ഇപ്പൊ മാനവ സ്നേഹത്തെ കുറിച്ചൊക്കെയുള്ള ധാരാളം അത്തരത്തിലുള്ള ആശയങ്ങൾ ഇത് അതിനുശേഷം കേരളത്തിലെ എല്ലാ മലയാളത്തിലെ കവികളിലും എഴുതിയിരുന്നു, വൈലോപ്പിൽ എഴുതിയിരുന്നു. പിന്നെ എന്താണ്, തത്വശാസ്ത്രങ്ങൾ വെറും മൺകുളങ്ങളാണെങ്കിൽ മധ്യസ്നേഹത്തിൽ മധു നിറക്കാൻ നടപ്പല്ലേ എന്ന് വീട്ടി കുമാരമാഷ് എഴുതിയിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ നിഴല് പതിഞ്ഞിട്ടുള്ള കവിതയാണത് എന്ന് പറയും. അപ്പോ ഏത് തത്വശാസ്ത്രത്തെക്കാളും പ്രധാനമായിട്ടുള്ള മനുഷ്യസ്നേഹമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന കവികൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലം കൂടി. പക്ഷേ ആ കാലത്തിന്റെ മാനുഷിക മൂല്യങ്ങളെ അതിനെ എങ്ങനെയാണ് ഒരു കവി അതിനകത്ത് കവിയുടേതായിട്ടുള്ള ചില മുദ്രകൾ പതിപ്പിക്കുന്നുണ്ട്. ആ മുദ്ര എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ മൂല്യവും ഡിഫൈൻ ചെയ്തു വെച്ച് ഈ മൂല്യങ്ങൾ ആ കവിതയിൽ എവിടെ പ്രത്യക്ഷപ്പെടുന്നു, ഏതൊക്കെ കവിതയിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ് കാരുണ്യം എന്ന് പറയുന്നതിന് ഒരൊറ്റ ഭാവമല്ല ഉണ്ടാവുക. ചിലപ്പോൾ കാരുണ്യം എന്ന് പറയുന്ന ഭാവത്തിന് ചിലപ്പോൾ സാമ്പത്തികമായി പല ഭാവങ്ങൾ, പല തലങ്ങൾ ഉണ്ടാകാം. ഒരു കവിയുടെ ഒരു കവിതയിലോ ഒരു കവിതയിൽ തന്നെ പല സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ പല കവിതകളിലായും ഇത് ആവിഷ്കരിക്കപ്പെടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ കവിയുടെ മുഴുവൻ കവിതകളും പഠിച്ചിട്ട് അതിൽ കാരുണ്യം എന്ന് പറയുന്ന ഒരു ഭാവം അത് പ്രത്യക്ഷപ്പെടുന്ന എത്ര സന്ദർഭങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ എടുത്ത് വെക്കുക. അത് മുഴുവൻ എടുത്തു വെച്ചിട്ട് സമാനതമായതിനെല്ലാം ഒന്നിച്ചു വെച്ചിട്ട് കാരുണ്യത്തിന്റെ ഇത്ര ഭാവങ്ങളെ, ഇത്ര തലങ്ങളെ അദ്ദേഹത്തിന്റെ കവിതകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ആ കാലത്ത് കാരുണ്യത്തെ പറ്റിയുണ്ടായിരുന്ന ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിനോട് ചേർന്നു പോകുന്ന ഭാവങ്ങൾ ഏതാണ്? അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അത് ഈ മനുഷ്യന്റെയാണ്, ഈ കവിയുടേതാണ്. അങ്ങനെ എന്താണ് അദ്ദേഹത്തിനുള്ളത്? അപ്പോഴാണ് നിങ്ങൾക്ക് കാരുണ്യം എന്ന് പറയുന്ന ഒന്നിനോട് അദ്ദേഹം എന്താണ് കൂട്ടിച്ചേർത്ത് വെച്ചത് എന്ന് പറയാൻ സാധിക്കുക. കവിയുടെ മൗലികത എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത് എന്ന് പറയാൻ കഴിയുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യവഹാരം, ആ കാലത്തിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യവഹാരം, അതോടൊപ്പം അതിനെ നിങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വായന ചിലപ്പോൾ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സുഹൃത്തിന്റെ രീതിശാസ്ത്രം എന്താണെന്ന് എനിക്കറിയുന്നു. പക്ഷെ ഞാൻ പറയാം, ചിലപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമായി വരും. ഇന്നത് എന്താണ്, അങ്ങനെയാകുമ്പോഴല്ലേ ഇന്നത്തെ അതിന്റെ പ്രസക്തി പറയുമ്പോഴല്ലേ നമുക്ക് ഈ കവിതയ്ക്ക്, ഈ കവിക്ക് നാളെ എന്ത് സാധ്യതയാണുള്ളത് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ അത് ഒരു പഠന രീതിയാണ്. നമ്മളിങ്ങനെ ഓരോ കവിയിലുമുള്ള മാനുഷിക മൂല്യങ്ങളാകാം, ഇങ്ങനെ എന്തുമാകാം, സംസ്കാരമാകാം, അങ്ങനെ പലതുമാകാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കവിയെ നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഒരു കവിതയെ പഠിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ആ സാധ്യതകളിലേക്ക് ഒന്ന് പറഞ്ഞു മാത്രം പോകാം. ഞാൻ കവിതയാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ രൂപം പ്രധാനമാണ്. കവിതയുടെ രൂപത്തെക്കുറിച്ച് പഠിക്കാം, കവിതയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാം. രൂപത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചുള്ള പഠനത്തിൽ സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ശൈലി വിജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ എങ്ങനെയാണ്, അവിടെയാണ് നമ്മൾ ഗവേഷണത്തിന് മുതിരുന്നയാള്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഗവേഷണത്തെ കുറിച്ചൊക്കെ അറിയണം. അത് പറയുമ്പോഴാണ് എന്താണ് ഗുണാത്മക ഗവേഷണവും ഗണാത്മക ഗവേഷണവും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ ഈ ഗവേഷണത്തെ മിക്കവാറും ഗുണാത്മകമായ ഗവേഷണത്തിന്റെ കൂടെ പോകുന്നതാണ്. പക്ഷേ ഗുണാത്മകമായ ഗവേഷണത്തിനോടൊപ്പം ഗണാത്മകവും നമുക്ക് വേണ്ടി വരും. കാരണം ഈ കവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാവം എന്താണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ 1456 ഭിന്ന ഭാവം അല്ലെങ്കിൽ ഭിന്ന തരത്തിൽ നമുക്ക് ഇത്തരം മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിൽ 378 എണ്ണം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാരുണ്യത്തിന്റെ ഇന്ന രീതിയിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായിട്ട് എന്താ ചെയ്യുന്നപ്പോ നിങ്ങൾ അവിടെ ഗണാത്മകമായിട്ട് കൂടിയാണ് കാര്യത്തെ സ്ഥാപിച്ചെടുക്കുന്നത്. അത് മാത്രം മതിയാകില്ല.
കാരണം എന്തുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യം പിന്നീട് വരും. ഗണാത്മകത്തിൽ നിൽക്കാൻ സാഹിത്യത്തിലെ മാനവിക വിഷയത്തിലെ ഗവേഷണങ്ങൾക്ക് പലപ്പോഴും കഴിയില്ല. കാരണം അവിടെ എന്തുകൊണ്ട് അത് എന്നുള്ള ചോദ്യം പിന്നെ വരും. അങ്ങനെ ഉള്ള ചോദ്യത്തിന്റെ ഉത്തരം വരുമ്പോൾ നമ്മൾ വീണ്ടും ഗുണാത്മകമായ രീതിയിലേക്ക് ഒരു ഇൻഡെപ്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അത് നമ്മൾ ചില ഗവേഷണങ്ങൾ അവിടെ അവസാനിപ്പിച്ച് കളയും. അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ, അയാളുടെ ഇമേജറികൾ, അയാൾ ഉപയോഗിക്കുന്ന താളക്രമം, ഇങ്ങനെ പലതിനെ നമ്മൾ അക്കമിട്ട് എണ്ണമിട്ട് പറഞ്ഞിട്ട് ഇന്ന രീതിയിലാണ് എന്ന് അയാളുടെ സ്റ്റൈൽ എന്താണ് എന്ന് വർണ്ണതലത്തിൽ, പദതലത്തിൽ, അതിന്റെ വരികളുടെ ഇരവികളുടെ തലത്തിൽ, അതിന്റെ താളത്തിന്റെ തലത്തിൽ ഒക്കെ നമുക്ക് പറയേണ്ടത്. അവിടെ ഗുണാത്മകവുമാണെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള ചില ധാരണകളും കൂടി നമുക്ക് ഉണ്ടാകേണ്ടി വരും. ഭാവതലത്തിൽ, സൗന്ദര്യതലത്തിൽ പഠിക്കാം. ഒരു കവിതയെ നമുക്ക് ആ കവിതയുടെ ഭാവതലമെടുത്ത് അതിന്റെ സൗന്ദര്യാത്മക തലമെടുത്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നത് ഇമേജറിയെ കുറിച്ച് പറയുമ്പോൾ പാലയെന്ന് ചൂണ്ടിക്കാണിന്റെ ഇമേജറികളൊക്കെ വളരെ നമുക്ക് സാധാരണ മലയാളത്തിലെ കവികളുടെ ഇമേജറികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഇമേജറികൾ ബാലേന്ദ്രൻ ചൂണ്ടിക്കാട്ടിലെ കവിതയിൽ കാണും. ലോറിക്ക് അടിപ്പെട്ട് അരഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഊതിക്കെടുക്കുന്നു പാതവിളക്കുകൾ. സാധാരണ കാര്യം കാണുന്ന ഇമേജല്ല. ലോറിക്കടിപ്പെട്ട് അരഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഊതിക്കെടുക്കുന്നു പാതവിളക്കുകൾ. കത്തുന്ന പട്ടണയിൽ അച്ഛന്റെ ചങ്കിൽ ഇടിവെട്ടുന്ന പൊട്ടൽ ഇടക്കെട്ടു പൊട്ടി വിടിരക്തം ചുരത്തി നിലകൊള്ളുന്നു എന്നമ്മേ. അങ്ങനെ ഒരു വീഴ്ച കേൾക്കാം. എന്താണ്? ഒരു സ്റ്റെതസ്കോപ്പിൽ ഞരമ്പിലൂടെ അന്ത്യചലനവും എന്നെ പിരിഞ്ഞു പോകുമ്പോൾ, നിരാവ് പോലെ ഞാൻ പൊലിഞ്ഞു പോകുമ്പോൾ, വരിക നീ ഹരിതചർമ്മത്തിൽ പൊലി വിരയുമായി, തലയോട്ടി നിറയെ വീഞ്ഞുമായി, ശവമുറിയിൽ നിന്നും എന്നെ വിളിച്ചുണർത്തുവാൻ. ഇതിനാണ് വരില്ല. സ്വപ്നം വിളിച്ചു പിന്നെ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള ഒരു കവിക്ക് ഭാവന ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ബാലേന്ദ്രൻ ചൂണ്ടിക്കാടിന്റെ ജീവിതത്തിൽ ആത്മകഥയിൽ ചിദംബര സ്മരണകൾ അതെടുത്തു നോക്കണം. അച്ഛനുമായിട്ട് നക്സലൈറ്റുകാരനായതിന്റെ പേരിൽ, അങ്ങനെയുള്ള ചില കേസുകളിൽ പെട്ടതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അച്ഛനുമായിട്ട് മിണ്ടാതിരുന്ന കാലം, എത്രയോ കാലം. അമ്മ കുടിച്ച സങ്കടത്തിന്റെ കഥ. എന്നൊരാട്ട് അച്ഛനാട്ടിയത് ഞാൻ ലോകത്തിന്റെ അങ്ങേയറ്റം വരെ പോയി എന്നും. പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഓണ ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരു ഗതിയുമില്ലാതെ മുമ്പിൽ കണ്ട വീട്ടിൽ കയറി നിന്ന് ഭക്ഷണം വളർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് വിളമ്പി കൊടുത്തത് പഠിക്കുന്ന കുട്ടിയാണ് കുട്ടികൾ. ഒരാൾ മനുഷ്യന്റെ അവസ്ഥ വെച്ചിട്ടുണ്ട്. ഭൂമി താണു പിളർന്നിട്ട് ഞാൻ താണു പോയെങ്കിലും എന്ന് ആശിച്ചു പോയ നിമിഷത്തെ പറ്റി വളരെ അയാളുടെ അനുഭവം. ഈ അനുഭവങ്ങളിൽ നിന്നും ബഷീറിന്റെ അനുഭവങ്ങളിൽ ബാലയേന്ദ്രന്റെ ഇമേജുകൾ എന്തുകൊണ്ട് ഇങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ ആ ജീവിതത്തിനകത്ത് അതിന്റെ ഉത്തരം ഉണ്ടാകും. എന്തുകൊണ്ടാണ് പിന്നെ ആരുടെ നമ്മുടെ കുമാരനാശാന്റെ കൃതികളിൽ ഉടനീളം ധാരാളം ഈ ജലം എന്ന് പറയുന്ന വെള്ളം എന്ന് പറയുന്ന വലിയ ഒരു ഇമേജ്. കുമാരനാശാന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മിക്കവാറും നായികമാരെല്ലാം കാറ്റിലേക്ക് എല്ലാവരും പോകുന്നു പ്രണയിക്കാൻ, അവസാനം മരിച്ചു പോകും. ഇതെന്താണെന്ന് ചോദിച്ചാൽ അക്കാലത്തെ ജാതി മിക്കവാറും ഈ നായികമാരെല്ലാം വീഴ്ചാലിക്കാരാണ്. വീഴ്ചാലിക്കാർക്ക് പൊതുനിരത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. അവർക്ക് പ്രണയിക്കാൻ പറ്റില്ല. അവരെ ഈ വികാരങ്ങളൊക്കെയുള്ള മനുഷ്യരായിട്ട് അക്കാലത്തെ ലോകം അംഗീകരിച്ചിട്ടില്ല. കുമാരനാശാൻ അതാണ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അവർക്ക് പ്രണയിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ കാട്ടിൽ പോകണം. അതുകൊണ്ട് അവരെല്ലാം അവിടെ പോയി അവിടെ മരിച്ചു. പി. പൗത്രൻ എഴുതിയിട്ടുള്ള ഒരു പഠനത്തിലെ ആ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് പകരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച ഘടനയിൽ നിന്ന് ജലാത്മകതയിലേക്ക് മാറാൻ കഴിയണം. ഈ ജലാത്മകതയിലേക്കുള്ള മാറ്റം ആണ് കുമാരനാശാന്റെ കൃതിയിൽ മുഴുവനും നിങ്ങൾക്ക് ഇങ്ങനെ ഉറച്ച മനുഷ്യരെ കാണാൻ പറ്റില്ല. ഉദ്ദേശിച്ചു വെള്ളം കൊടുത്തിട്ട് അവരുടെ മനസ്സ് വെള്ളം പോലെയാകും. പുറതിയുണ്ടായില്ല, രാവിലെ ഉറച്ചെറുണിയ മുമ്പിൽ ഉറങ്ങിയില്ല, നേരപ്പെടുത്തു നടകൾക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടേക്ക് പോകുന്നു. ഉപഗുപ്തന്റെ അടുത്തുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോ അതുവരെ വിളിച്ചിട്ട് ചെല്ലാത്ത സന്യാസി അവൾ മരിക്കാൻ കിടക്കുമ്പോൾ ചെല്ലുന്നു. എന്നിട്ട് അയാളുടെ കണ്ണിൽ നിന്നിരിച്ചു കണ്ണുനീർ അവളുടെ നെറ്റിയിൽ വിറ്റു വീഴുന്നു. അപ്പോഴവൾ മരിക്കുന്നു. ഇങ്ങനെ എല്ലാവർക്കും നിങ്ങൾക്ക് ജലത്തിന്റെ ഒരു വല്ലാത്ത സാന്നിധ്യം.
ജാതി വ്യവസ്ഥയ്ക്ക് ഇളക്കം പറ്റുന്ന മനുഷ്യ ജാതിയുടെ ഉറച്ച കള്ളികളിൽ നിന്ന് മറ്റാളുകളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭമാണ്. ഇത് പൂർത്തിയാകുന്നത്, ഇത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനീ പറഞ്ഞിട്ടുള്ളത്, ഇത് പൂർത്തിയാകുന്നത് തകഴിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളും മറ്റാളുകളും എല്ലാവരും ഈ ജാതി വ്യവസ്ഥത്തെ ലംഘിച്ച് പരസ്പരം ഒഴുകാൻ തുടങ്ങിയിട്ടുള്ള കാലമാണ്. അതാണ് വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ കേരളം മുഴുവൻ വെള്ളപ്പെടുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇമേജുകൾ ഉണ്ടാകുന്നത് ഞാൻ ഇതിനാണ് കവിത വായിക്കണം പറയുന്നത്. കവിത അങ്ങനെ വായിച്ചാലാണ് നമുക്കിതൊക്കെ കവിതയിൽ മാത്രം വായിച്ചാൽ പോലെ കവിതയിലെ അതുണ്ടായിട്ട് നമ്മൾ വായിക്കുന്നതുമായ കാലത്തോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഓരോ മൂല്യങ്ങളെ കുറിച്ച് അതിന്റെ ഇമേജിനെ കുറിച്ച് എന്തുകൊണ്ട് ആ ഇമേജുകൾ ഉണ്ടാകുന്നു, ആ സൗന്ദര്യാത്മകത എന്ന് പറയുന്നത് കേവല കവിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല, മറിച്ച് അത് എഴുതപ്പെടുന്നതോ വായിക്കപ്പെടുന്നതുമായിട്ടുള്ള കാലത്തിലൂടെയാണ് സൗന്ദര്യാത്മകത രൂപപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോഴാണ് പ്രസ്ഥാനാത്മകമായിട്ട് നമുക്ക് പഠിക്കാൻ കവിതയെ. പക്ഷേ നിങ്ങൾ വായിക്കുന്ന കവിത മിസ്റ്റിസിസത്തിലാണോ, അതല്ല റൊമാൻറ്റിസിസത്തിലാണോ, അതോ റിയലിസ്റ്റിക് കവിതയാണോ, ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയണം, അതിനെ സ്ഥാപിക്കാൻ കഴിയണം. എന്നിട്ട് അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനെ ആവിഷ്കൃതമായിട്ടുള്ള മൂല്യങ്ങൾ അതിപ്പോഴീ സുഹൃത്ത് പറഞ്ഞു, കാവ്യഭാഷയെ മുൻനിർത്തി പഠിക്കാം, അതിനകത്തുള്ള ജീവിത ദർശനത്തെ മുൻനിർത്തി പഠിക്കാം, ഒരു വ്യവഹാരം എന്ന നിലയിൽ അതിനെ പഠിക്കാം, സൈദ്ധാന്തിക സമീക്ഷകളെ കുറിച്ച് പഠിക്കാം, നിങ്ങൾക്ക് തന്നെ മാർക്സിയൻ രീതിയിൽ പഠിക്കാം, നിങ്ങൾക്ക് ഘടനാവാദ രീതിയിൽ പഠിക്കാം, നിങ്ങൾക്ക് ദളിത് രീതിയിൽ ഫെമിനിസ്റ്റ് രീതിയിൽ പഠിക്കാം. ഇങ്ങനെ പലതരം സൈദ്ധാന്തിക സമീക്ഷകളിലൂടെ പഠിക്കാം. പക്ഷെ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കവിത ഈ പറഞ്ഞ രീതിയിൽ കവിത വായിക്കില്ല, കവിതയെ കണ്ടെടുത്തുകൊണ്ട് വായിക്കണം. അങ്ങനെ വായിച്ചതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഏതാണ്, എങ്ങനെയാണ് ആ കവിതയെ വായിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ ആ ഒറ്റ കാര്യമാണ് നിങ്ങളോട് കവിതയെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പ്രശ്നനിർണയം, ഗവേഷണ പ്രശ്നം എന്താണെന്ന് നിർണയിക്കണമെങ്കിൽ ആ കവിതയെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വായിച്ചതിന് ശേഷം ഏത് പ്രശ്നത്തെയാണ് ആ കവിതയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് അതിനെ നിർദ്ധാരണം ചെയ്ത് തീരുമാനിച്ചിട്ട് അതിലേക്ക് ഗവേഷണത്തെ ഊന്നി വികസിപ്പിക്കുക, അതിനെ പ്ലാൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കവിതയെ സംബന്ധിച്ചിട്ടുള്ള വായനയുടെ സവിശേഷതയെപ്പറ്റി ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ സാധിക്കുക. കൃത്യമായിട്ടാണ് ഇനി